ചാലക്കുടിയിൽ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജലഹരി കേസിൽ കുടുക്കിയ സംഭവത്തിലെ പ്രതി നാരായണദാസ് ഹൈക്കോടതിയെ സമീപിച്ചു. തന്നെ കള്ളക്കേസിൽ കുടുക്കിയതിന്റെ കാരണമറിയണമെന്ന് ഷീല സണ്ണി. തൃശൂരിലെ ഹൈറിച്ച് ഓൺലൈൻ തട്ടിപ്പ് കേസിൽ പ്രതികൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണമെന്ന് കോടതി. പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് നാളത്തേക്ക് മാറ്റി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയെന്ന നിലയിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് AC മൊയ്തീൻ MLA. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് ടി.എൻ. പ്രതാപനായി വീണ്ടും പ്രചരണം. ഗുരുവായൂർ കിഴക്കേ നടയിലാണ് ടി.എൻ. പ്രതാപന്റെ കട്ടൌട്ട് ഉയർത്തിയത്. മലപ്പാട് ബീച്ചിന് സമീപം വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന MDMA-യുമായി യുവാവിനെ വാടാനപ്പള്ളി റേഞ്ച് സംഘം അറസ്റ്റ് ചെയ്തു. മലപ്പാട് സ്വദേശി അലനാണ് പിടിയിലായത്. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റിൽ സ്റ്റീൽ വേൾഡ് എന്ന സ്ഥാപനത്തിൽ മോഷണം. ഓഫീസ് മുറിയിലെ മേശയിൽ സൂക്ഷിച്ചിരുന്ന 20,000 രൂപ മോഷണം പോയി. വിശദമായ വാർത്തയിലേക്ക്. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമയായ ഷീല സണ്ണിയെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയ സംഭവത്തിലെ പ്രതി നാരായണദാസ് ഹൈക്കോടതിയെ സമീപിച്ചു. എക്സൈസ് വ്യാജമായി പ്രതി ചേർത്തുവെന്നും തനിക്ക് കുറ്റകൃത്യത്തിൽ പങ്കില്ലെന്നും നാരായണദാസ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. ഉദ്യോഗസ്ഥർ തന്നെ വേട്ടയാടുകയാണെന്നും നാരായണദാസ് ഹർജിയിൽ ആരോപിച്ചു. ഷീലയുടെ മരുമകളുടെ സുഹൃത്തായ നാരായണദാസിനെ എക്സൈസ് ക്രൈംബ്രാഞ്ച് പ്രതി ചേർത്ത് കഴിഞ്ഞ ദിവസമാണ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. അതേസമയം തന്നെ കള്ളക്കേസിൽ കുടുക്കിയതിന്റെ കാരണം അറിയണമെന്ന് ഷീല സണ്ണി പറഞ്ഞു. എക്സൈസ് ക്രൈംബ്രാഞ്ചിന്റെ നടപടി സ്വാഗതാർഹമാണെന്ന് ഷീല സണ്ണി പറഞ്ഞു. വിരുന്നുകാരനായി എത്തിയവർ തന്റെ കൈകൊണ്ട് വെച്ചുണ്ടാക്കി ഭക്ഷണം കഴിച്ച ശേഷം തന്നെ ചതിക്കുകയായിരുന്നുവെന്ന് ഷീല സണ്ണി പറഞ്ഞു. വിരുന്നുകാർ വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ, അവരിപ്പം നമ്മളിങ്ങനെ ചതിക്കുന്നു. നമ്മൾ നമ്മുടെ റൂം കിടക്കാൻ കൊടുത്തു, നമുക്ക് ഒരു സംശയം ഉണ്ടായില്ല. പക്ഷേ ഇവർ തലേ ദിവസം ഈ മരുമോളും അനിയത്തിയും കുറേ നേരം വീടിൻ്റെ പുറത്ത് നിന്ന് കുറേ നേരം സംസാരിക്കണം. ഇപ്പോഴാണ് അതൊക്കെ ഞാൻ ചിന്തിക്കുന്നത്, ഇതായിരിക്കാം അന്ന് ഗൂഢാലോചന നടന്നത്. അപ്പം ഞാൻ മരുമോളോട് ചോദിച്ചായിരുന്നു എന്ത് എത്ര നേരം സംസാരിക്കണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവരുടെ ഏതോ ഫ്രണ്ടിൻ്റെ കാര്യം പറഞ്ഞ് സംസാരിക്കുകയാണ് പറഞ്ഞത്. പിന്നെ നമ്മുടെ റൂമിൽ കിടന്നു. അന്ന് തലേ ദിവസം എൻ്റെ വണ്ടി എടുത്തിട്ട് പോയി. പക്ഷെ അന്നൊന്നും നമ്മൾക്ക് ഇവർ ഈ ചതി ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ ഭക്ഷണം ഞാൻ കൈകൊണ്ട് വെച്ച് കൊടുത്ത ഭക്ഷണം കഴിച്ചു. ലാസ്റ്റ് എന്നെ തന്നെ അവർ ചതിച്ചിട്ട് പോയി. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് അവർ ഞങ്ങളായിട്ട് ഒരു കോണ്ടാക്റ്റും ചെയ്തിട്ടില്ല. ഇപ്പം നമ്മളവരെ സംശയിച്ചു. അവർ തെറ്റുകാരല്ലെങ്കിൽ നമ്മളെ വിളിക്കാം, ഒന്ന് സമാധാനം പറയാം. അവളും അവളുടെ ഫാമിലി ആണെങ്കിൽ എന്നെയോ ഹസ്ബൻഡിനെയോ മോളെയോ ആരെയും വിളിച്ചിട്ടുമില്ല, ഒരു കോണ്ടാക്റ്റും ഉണ്ടായിട്ടില്ല. ഹൈറിച്ച് ഓൺലൈൻ തട്ടിപ്പ് കേസിൽ പ്രതികൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണമെന്ന് കോടതി. പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് നാളത്തേക്ക് മാറ്റി. അതേസമയം നിക്ഷേപകരുടെ വിവരങ്ങൾ ED ശേഖരിച്ചു തുടങ്ങി. കോടികളുടെ തട്ടിപ്പ് പുറത്തു വന്നിട്ടും പരാതിക്കാർ രംഗത്ത് വരാത്ത പശ്ചാത്തലത്തിലാണ് EDയുടെ നടപടി. 1 കോടിയിലധികം നിക്ഷേപകരിൽ നിന്നാണ് 1693 കോടി രൂപ മണി ചെയിൻ മാതൃകയിൽ ഹൈറിച്ച് കമ്പനി ഉടമകൾ കൈക്കലാക്കിയത്. $2 ഹൈറിച്ച് കോയിൻ എടുത്താൽ $10 ആക്കി മടക്കി നൽകാമെന്നായിരുന്നു വാഗ്ദാനം. കമ്പനിയുടെ മോഹന വാഗ്ദാനത്തിൽ വീണ ലക്ഷങ്ങൾ നിക്ഷേപിച്ചവർ സംസ്ഥാനത്തും വിദേശത്തുമുണ്ട്. എന്നാൽ തട്ടിപ്പ് പുറത്തു വന്നിട്ടും കമ്പനി ഉടമകൾ മുങ്ങിയിട്ടും പരാതിക്കാർ കാര്യമായി മുന്നോട്ട് വന്നിട്ടില്ല. ED അന്വേഷണം തുടങ്ങിയതിനെ പിറകെ തൃശൂർ പുതുക്കാട് മാത്രമാണ് പുതിയ ഒരു പരാതി വന്നത്. ഈ സാഹചര്യത്തിലാണ് ED വൻതുക നിക്ഷേപിച്ചവരുടെ വിവരങ്ങൾ തേടുന്നത്. ഇതിനിടെ പണം തിരിച്ചു നൽകി കേസുകൾ ഒത്തുതീർപ്പാക്കാനും അന്വേഷണം അട്ടിമറിക്കാനും പ്രതികൾ ഒളിവിലിരുന്ന് നീക്കം നടത്തുന്നതായി EDക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട തന്റെ 40 ലക്ഷം രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയെന്ന നിലയിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് AC മൊയ്തീൻ MLA പ്രസ്താവനയിൽ പറഞ്ഞു. തന്റെ യാതൊരു ബാങ്ക് അക്കൌണ്ടുകളും ഡെപ്പോസിറ്റുകളും കണ്ടുകെട്ടിയിട്ടില്ല. തന്റെയും ഭാര്യയുടെയും പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച് കൃത്യമായ വിശദീകരണവും രേഖകളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നൽകിയിട്ടുള്ളതാണ്. തന്റെ ഭാര്യയുടെയും മകളുടെയും സ്വത്തുക്കൾ മരവിപ്പിച്ചതുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി മുമ്പാകെ ഹിയറിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹിയറിംഗിൽ കൃത്യമായ വിവരങ്ങൾ അഭിഭാഷകൻ മുഖാന്തരം നൽകിയിട്ടുള്ളതാണെന്നും AC മൊയ്തീൻ MLA പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ ദേശീയ അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്തുകൊണ്ടുള്ള രാഷ്ട്രീയ വേട്ടയാടലിന്റെ ഭാഗമാണ് ഇപ്പോഴത്തെ വാർത്തയുടെ ഉറവിടമെന്ന് താൻ കരുതുന്നുവെന്നും AC മൊയ്തീൻ MLA പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി.
ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ ഗുരുവായൂരിൽ ടി.എൻ. പ്രതാപന്റെ കട്ടൌട്ട് ഉയർന്നു. കിഴക്കേനടയിൽ ഗാന്ധി സ്മൃതി മണ്ഡപത്തിന് സമീപമാണ് തിങ്കളാഴ്ച രാത്രി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രതാപന്റെ കട്ടൌട്ട് ഉയർത്തിയത്. പ്രതാപത്തോടെ വീണ്ടും നമ്മുടെ ടി.എൻ. പ്രതാപൻ, പ്രതാപൻ നമ്മുടെ പ്രിയ തേരാളി എന്നെഴുതിയ കട്ടൌട്ടിൽ കൈപ്പത്തി ചിഹ്നവുമുണ്ട്. പ്രതാപന്റെ വിശ്വസ്തരായ OKR മണികണ്ഠനാണ് ഇവിടെ മണ്ഡലം പ്രസിഡന്റ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനമായില്ലെങ്കിലും ഗുരുവായൂരിൽ പ്രതാപനായ പ്രചരണം സജീവമാകുകയാണ്. പ്രതാപനാകും സ്ഥാനാർത്ഥിയെന്ന് ഗുരുവായൂരിൽ നടന്ന മുൻ MLA VV ബൽറാമിന്റെ അനുസ്മരണത്തിൽ VM സുധീരൻ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ നഗരസഭയുടെ മുന്നറിയിപ്പ് ബോർഡ് മറച്ചാണ് ടി.എൻ. പ്രതാപന്റെ കട്ടൌട്ട് വെച്ചിരിക്കുന്നത്. തീർത്ഥാടകർക്ക് പാർക്കിംഗ് ഗ്രൌണ്ടുകളെക്കുറിച്ച് വിവരം നൽകുന്നതിനായി സ്ഥാപിച്ച ബോർഡും PWD സ്ഥാപിച്ച സൂചനാ ബോർഡും മറച്ച് ബോർഡ് സ്ഥാപിച്ചതിനെതിരെ പ്രതിഷേധമുയർന്നിട്ടുണ്ട്. വലപ്പാട് ബീച്ചിന് സമീപം വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന മാരക മയക്കുമരുന്നായ MDMA-യുമായി യുവാവിനെ വാടാനപ്പള്ളി എക്സൈസ് റേഞ്ച് സംഘം അറസ്റ്റ് ചെയ്തു. വലപ്പാട് കുരിശുപള്ളി വളവിൽ മാളിയേക്കൽ വീട്ടിൽ അലനാണ് അറസ്റ്റിലായത്. എക്സൈസ് വാടാനപ്പള്ളി റേഞ്ച് ഇൻസ്പെക്ടർ SS സച്ചിന്റെ നേതൃത്വത്തിലാണ് യുവാവിനെ അറസ്റ്റ് ചെയ്തത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് സംഘം വലപ്പാട് ബീച്ച് പ്രിയ സെന്ററിൽ നടത്തിയ പരിശോധനയിലാണ് യുവാവ് പിടിയിലായത്. യുവാവിൽ നിന്ന് 5.537 ഗ്രാം MDMA പിടിച്ചെടുത്തു. പ്രിവന്റീവ് ഓഫീസർമാരായ സുധീരൻ, ഹരിത, സിവിൽ എക്സൈസ് ഓഫീസർമാരായ വിജയൻ, മധു, അഫ്സൽ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ലിസ, ഡ്രൈവർ രാജേഷ് എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് സ്റ്റീൽ വേൾഡ് എന്ന സ്ഥാപനത്തിൽ മോഷണം. സ്ഥാപനത്തിലെ ഓഫീസ് മുറിയിലെ മേശവലപ്പിൽ സൂക്ഷിച്ചിരുന്ന 20,000 രൂപ നഷ്ടപ്പെട്ടതായി സ്ഥാപന ഉടമ മുഹമ്മദ് അലി പറഞ്ഞു. ഓഫീസ് റൂമിന്റെ ഷട്ടറിലെയും ചില്ല് വാതിലിലെയും താഴുകൾ തകർത്താണ് മോഷ്ടാവ് അകത്ത് കയറിയത്. സ്ഥാപനത്തിലെ CCTV ക്യാമറകൾ ദിശ മാറ്റിയ നിലയിലാണ്. കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഒരാഴ്ചക്കിടയിൽ ഇത് 3-ാം തവണയാണ് കൊടുങ്ങല്ലൂർ മേഖലയിൽ മോഷണം നടക്കുന്നത്. CBCI പ്രസിഡന്റായി ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിനെ വീണ്ടും തിരഞ്ഞെടുത്തു. ബാംഗ്ലൂരിൽ ചേർന്ന രാജ്യത്തെ കത്തോലിക്ക മെത്രാൻമാരുടെ യോഗത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ആർച്ച് ബിഷപ്പ് ജോർജ് ആന്റണി സാമിയും ബത്തേരി ബിഷപ്പ് ജോസഫ് മാർ തോമസുമാണ് പുതിയ വൈസ് പ്രസിഡന്റുമാർ. ഡൽഹി അതിരൂപത ആർച്ച് ബിഷപ്പ് അനിൽ കൂട്ടോയെ സെക്രട്ടറിയായും തിരഞ്ഞെടുത്തു. മദ്യലഹരിയിൽ പോലീസുകാർ ആക്രമിച്ച പ്രതികളെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. എടപ്പാൾ സ്വദേശി പട്ടിയത്ത് വളപ്പിൽ വീട്ടിൽ അഖിൽ, നെല്ലുവായ് സ്വദേശി കുട്ടഞ്ചേരി വീട്ടിൽ സുമിത, കുന്നംകുളം സ്വദേശി കൂർക്കപ്പറമ്പിൽ വീട്ടിൽ വിശാൽ എന്നിവരാണ് അറസ്റ്റിലായത്. കുന്നംകുളം സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർമാരായ ഷിജിൻ പോൾ, മനോജ് എന്നിവരെയാണ് പ്രതികൾ ആക്രമിച്ചത്. പ്രതികൾ ബിവറേജസിന് സമീപം അമിതമായി മദ്യപിച്ച് അക്രമം നടത്തുന്നുണ്ടെന്ന പോലീസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലത്തെത്തി പ്രതികളെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് സിവിൽ പോലീസ് ഓഫീസർമാരെ പ്രതികൾ ആക്രമിച്ചത്. തുടർന്ന് കൂടുതൽ പോലീസ് സ്ഥലത്തെത്തിയാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. CC മുകുന്ദൻ MLAയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് അസ്ഹർ മജീദിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. കഴിഞ്ഞ ദിവസം നടന്ന CPI മണ്ഡലം കമ്മിറ്റി യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടായത്. പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കൊപ്പം സംഘടനാ തീരുമാനങ്ങൾ നടപ്പാക്കാത്തതാണ് പാർട്ടി നടപടിക്ക് കാരണമായത്. പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ കഴിഞ്ഞ ഡിസംബറിൽ അസ്ഹർ മജീദിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. തുടർന്നും പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ തുടർന്നത് കണക്കിലെടുത്താണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതെന്നാണ് സൂചന. കരുവന്നൂർ കൊക്കരിപ്പൊള്ളത്ത് തകർന്ന താൽക്കാലിക തടയണ ഉദ്യോഗസ്ഥ സംഘം സന്ദർശിച്ചു. കരുവന്നൂർ പുഴയുടെ കൈത്തോടായ തൊമ്മാന കനാൽ പുഴയിൽ ചേരുന്നിടത്ത് തടയണ നിർമ്മാണം നാട്ടുകാർ തടഞ്ഞിരുന്നു. മന്ത്രിതലത്തിൽ കളക്ടറുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗ തീരുമാനത്തെ തുടർന്നാണ് ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ തടയണ നിർമ്മാണത്തിനായി എത്തിയത്. എന്നാൽ കാലങ്ങളായുള്ള പ്രദേശവാസികളുടെ ആവശ്യത്തെ നിരാകരിച്ച് കണക്കൻകടവ് പാലത്തിന് സമീപത്ത് തടയണ നിർമ്മിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിലായിരുന്നു പ്രദേശവാസികൾ. തുടർന്ന് ഡെപ്യൂട്ടി കളക്ടർ മുഹമ്മദ് ഷഫീഖിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച മലിനീകരണ നിയന്ത്രണ ബോർഡ്, വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരടങ്ങിയ വിദഗ്ധ സമിതി സ്ഥലത്തെത്തി നാട്ടുകാരുമായി ചർച്ച നടത്തി. പ്രദേശത്തെ 2 കിണറുകളിൽ നിന്നും വെള്ളം പരിശോധനയ്ക്കായി ശേഖരിച്ചു. നാട്ടുകാർ നിർദ്ദേശിച്ച സ്ഥലത്ത് താൽക്കാലിക തടയണ കെട്ടി ഇപ്പോഴത്തെ പ്രതിസന്ധി പരിഹരിക്കണമെന്നുള്ള റിപ്പോർട്ട് ഡെപ്യൂട്ടി കളക്ടർ ജില്ലാ കളക്ടർക്ക് കൈമാറി. ഡെപ്യൂട്ടി കളക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ എടുക്കുന്ന തീരുമാനത്തിനനുസരിച്ച് ബണ്ട് നിർമ്മിക്കാനാണ് ഇറിഗേഷൻ നീക്കം. കൊടുങ്ങല്ലൂർ അഴീക്കോട് പാചകവാതക സിലിണ്ടറിന് തീപിടിച്ചു. അഴീക്കോട് പുത്തൻപള്ളിക്ക് സമീപം കുഞ്ഞുമാക്കാൻചാലിൽ മുഹമ്മദ് റിയാസിന്റെ വീട്ടിലായിരുന്നു അപകടം. പുതിയ സിലിണ്ടർ ഘടിപ്പിച്ച് പാചകം ചെയ്യുന്നതിനിടയിൽ പാചകവാതകം ചോർന്ന് തീപിടിക്കുകയായിരുന്നു. ഉടൻ തന്നെ സിലിണ്ടർ പുറത്തേക്ക് മാറ്റിയതിനാൽ അപകടം ഒഴിവായി. ഫയർഫോഴ്സ് എത്തി തീയണച്ചു.
തിരുവല്ലാമല സർവീസ് സഹകരണ ബാങ്കിലെ നിക്ഷേപ തട്ടിപ്പിനെതിരെ ബാങ്കിലേക്ക് CPM പ്രവർത്തകർ മാർച്ച് നടത്തി. തിരുവല്ലാമല ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ച് ബാങ്കിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ CPM ചേലക്കര ഏരിയ കമ്മിറ്റി അംഗം KP ഉമാശങ്കർ ഉദ്ഘാടനം ചെയ്തു. ബാങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തണമെന്നും നിക്ഷേപകർക്ക് പഠനം ഉടൻ ലഭിക്കുന്ന തരത്തിലുള്ള നടപടികൾ ഭരണസമിതി സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. CPM ചേലക്കര ഏരിയ കമ്മിറ്റി അംഗം C. ഗോപാദാസ് അധ്യക്ഷത വഹിച്ചു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ S. ദിലീപ്, KR മനോജ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വടക്കാഞ്ചേരിയുടെ സ്വപ്ന പദ്ധതികൾക്ക് പണം മാറ്റിവെക്കാത്ത ബജറ്റ് വടക്കാഞ്ചേരിയുടെ വികസന സ്വപ്നങ്ങൾക്ക് തിരിച്ചടിയാണെന്ന് കോൺഗ്രസ്. വടക്കാഞ്ചേരി ബൈപ്പാസ്, എഞ്ചിനീയറിംഗ് കോളേജ്, ലൈഫ് ഫ്ളാറ്റ് പുനർനിർമ്മാണം, ജില്ലാ ആശുപത്രി ആധുനികവൽക്കരണം തുടങ്ങി കഴിഞ്ഞ കാലങ്ങളിൽ ബഡ്ജറ്റിൽ വന്ന പദ്ധതികൾ പോലും ഇല്ലാതായി. വടക്കാഞ്ചേരിയോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നും DCC സെക്രട്ടറി K. അജിത് കുമാർ ആവശ്യപ്പെട്ടു. കെട്ടിടങ്ങളുടെ നിർമ്മാണമൊക്കെ ആയിട്ടാണ് യഥാർത്ഥത്തിൽ വടക്കാഞ്ചേരിയുടെ സ്വപ്ന പദ്ധതികൾക്ക് ഒരു രൂപ പോലും അനുവദിക്കാൻ ഈ ഗവൺമെൻറ് കഴിഞ്ഞില്ല. ഇപ്പോൾ MLA ഇന്നലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയെടുത്ത് 88 കോടിയുടെ പദ്ധതികൾ അനുവദിച്ചു എന്നുള്ളതാണ്. ആ 88 കോടി ഓരോന്നെടുത്താൽ കഴിഞ്ഞ ഇദ്ദേഹം MLA ആയ വർഷത്തെ ബഡ്ജറ്റ് മുതൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച കാര്യങ്ങളും ചേർത്തിയാണ്. അതിൽ സംസ്ഥാന ബജറ്റിൽ കുന്നംകുളം മണ്ഡലത്തിലെ കാട്ടക്കാമ്പാൽ ചെറുവള്ളിക്കടവ് പാലം പുതുക്കി പണിയുന്നതിന് 12 കോടി രൂപ അനുവദിച്ചു. കുന്നംകുളം നഗരസഭയെയും കാട്ടക്കാമ്പാൽ പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന പെങ്ങാമുക്കിലെ പ്രധാന റോഡിലാണ് ചെറുവള്ളിക്കടവ് പാലം. AC മൊയ്തീൻ MLAയുടെ ശ്രമഫലമായി നാട്ടുകാരുടെ ദീർഘനാളത്തെ ആവശ്യം ഇതോടെ നിറവേറുകയാണ്. 1962 നിലവിലെ ചെറുവള്ളിക്കടവ് പാലം പണിതത്. വീതി കുറഞ്ഞ പാലം കാലപ്പഴക്കത്തിൽ ബലക്ഷയം സംഭവിച്ച നിലയിലായിരുന്നു. 60 മീറ്റർ നീളവും 11.05 മീറ്റർ വീതിയിലുമാണ് പുതിയ പാലം നിർമ്മിക്കുക. ഇരുവശത്തും നടപ്പാതയും സൗന്ദര്യവൽക്കരണവും നടത്തും. പാലം നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടെ ഈ വഴിയിലൂടെയുള്ള ഗതാഗതം സുഗമമാകുമെന്ന് AC മൊയ്തീൻ MLA പറഞ്ഞു. കരുവന്നൂർ പുഴയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. ഇന്നലെ രാത്രിയിലാണ് പുഴയിൽ പുരുഷന്റെ മൃതദേഹം കണ്ടെത്തിയത്. നീല ജീൻസും ഷർട്ടുമാണ് വേഷം. മൃതദേഹത്തിന് ഒരാഴ്ച പഴക്കമുണ്ടെന്നാണ് കരുതുന്നത്. മുഖം തിരിച്ചറിയാനാവാത്ത വിധം അഴുകിയ നിലയിലാണ്. മീൻ പിടിക്കാനെത്തിയ പ്രദേശവാസിക്ക് ദുർഗന്ധം അനുഭവപ്പെട്ടതോടെയാണ് തിരച്ചിൽ ആരംഭിച്ചത്. കമിഴ്ന്നു കിടക്കുന്ന രീതിയിൽ ചണ്ടിയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു മൃതദേഹം. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസും ഫയർഫോഴ്സ് സംഘവും സ്ഥലത്തെത്തി മൃതദേഹം പുറത്തെടുത്തു. കഴിഞ്ഞയാഴ്ച കരുവന്നൂർ പാലത്തിൽ നിന്നും പുഴയിലേക്ക് ചാടി ഒരു യുവതി ആത്മഹത്യ ചെയ്തിരുന്നു. ഇഡ്ഫോക് അന്താരാഷ്ട്ര നാടകോത്സവത്തിന് വെള്ളിയാഴ്ച തിരിതെളിയും. 8 ദിവസങ്ങളായി 23 നാടകങ്ങളുടെ 47 പ്രദർശനങ്ങളുണ്ടാകും. പാനൽ ചർച്ചകൾ, രാജ്യാന്തര ഇന്ത്യൻ നാടക പ്രവർത്തകർക്കൊപ്പം സംവദിക്കാനുള്ള അവസരം, സംഗീത നിശകൾ, തിയേറ്റർ, ശില്പശാലകൾ എന്നിവയും സംഘടിപ്പിക്കും. ഒരുമ, സമാധാനം, ദൃഢവിശ്വാസം എന്നതാണ് ഇപ്പോഴത്തെ ഫെസ്റ്റിവലിന്റെ ആശയം. B. അനന്തകൃഷ്ണനാണ് ഫെസ്റ്റിവൽ ഡയറക്ടർ. ബ്രസീൽ, ചിലി, ടുണേഷ്യ, സ്ലോവാക്യ, ഇറ്റലി, ഫിൻലാൻഡ്, ബംഗ്ലാദേശ്, പലസ്തീൻ തുടങ്ങി രാജ്യങ്ങളിൽ നിന്നുള്ള സംഘങ്ങൾ ഇത്തവണത്തെ അന്താരാഷ്ട്ര നാടകോത്സവത്തിൽ പങ്കെടുക്കും. സംഗീത നാടക അക്കാദമി, രാമനിലയം, സ്കൂൾ ഓഫ് ഡ്രാമ ക്യാമ്പസ്, പാലസ് ഗ്രൗണ്ട്, ടൗൺ ഹാൾ എന്നിവിടങ്ങളിലാണ് ഇഡ്ഫോക്കിന്റെ വേദികൾ സജ്ജമാക്കുന്നത്. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ശ്രീനാരായണപുരം പഞ്ചായത്തിലെ 19-ാം വാർഡിലെ ലോറിക്കടവിൽ സ്ഥാപിച്ച ഹൈമാസ് ലൈറ്റ് നാടിന് സമർപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശോഭന ഷാർഗന്ധരൻ, ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. അയൂബ് എന്നിവർ സംസാരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നയിക്കുന്ന വ്യാപാര സംരക്ഷണ യാത്രയ്ക്ക് കുന്നംകുളത്ത് സ്വീകരണം നൽകി. രാജു അപ്സരയെ ചേംബർ ഓഫ് പ്രസിഡന്റ് KP സാക്സൺ ഹാരാർപ്പണം നടത്തി. സെക്രട്ടറി KM അബൂബക്കർ, ട്രഷറർ MK പോൾസൺ, വൈസ് പ്രസിഡന്റ് വിൽസൺ മാത്യൂസ് എന്നിവർ പങ്കെടുത്തു. വ്യാപാര സംരക്ഷണ യാത്ര ഫെബ്രുവരി 13-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. കുടിശ്ശിക പെൻഷൻ ഉടൻ വിതരണം ചെയ്യണമെന്നും പ്രസവ ആനുകൂല്യം ഒറ്റത്തവണയായി നൽകണമെന്നും ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ മുണ്ടൂർ ഏരിയ കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ ഇടവിലങ്ങ് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ഏരിയ പ്രസിഡന്റ് AV ജോയ് അധ്യക്ഷത വഹിച്ചു. TV തോമസ്, PG ഗിൽഷ, വിനീത തുടങ്ങിയവർ സംസാരിച്ചു. പെരിഞ്ഞന പഞ്ചായത്തിൽ നിദ്ര ഗ്യാസ് ക്രിമിറ്റോറിയം പ്രവർത്തന സജ്ജമായി. MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച 50 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച ഗ്യാസ് ക്രിമിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം നേരത്തെ നടത്തിയിരുന്നു. എന്നാൽ ജനറേറ്ററിന്റെ അഭാവം മൂലം പ്രവർത്തന സജ്ജമായിരുന്നില്ല. ജനറേറ്ററിന്റെ പ്രവർത്തന ഉദ്ഘാടനം ED ടൈസൺ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ജോർജ് D. ദാസ് പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ER ഷീല, സായിദ മുത്തുക്കോയ് തങ്ങൾ, ഹേമലത രാജ്കൂട്ടൻ, വാർഡ് മെമ്പർ ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി K. ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു.
വ്യാപാര സംരക്ഷണ യാത്രയുടെ ജില്ലാതല സമാപനം കൊടുങ്ങല്ലൂരിൽ നടന്നു. ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നയിക്കുന്ന വ്യാപാര സംരക്ഷണ യാത്രയ്ക്ക് വടക്കേനടയിലെ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ചത്വരത്തിൽ സ്വീകരണം നൽകി. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന നേതാക്കളായ S ദേവരാജൻ, പെരിങ്ങാമല രാമചന്ദ്രൻ, PC ജേക്കബ്, അഡ്വക്കേറ്റ് AJ റിയാസ്, ബാബു കോട്ടയിൽ എന്നിവർ സംസാരിച്ചു. പ്രജര ചാവക്കാട് സംഘടനയുടെ ആഭിമുഖ്യത്തിൽ UAE വീടുകളിൽ ജോലി ചെയ്യുന്നവർക്കായി വിനോദയാത്ര സംഘടിപ്പിച്ചു. 150-ലധികം പേരുമായി ഹുജ്റയിലേക്കാണ് വിനോദയാത്ര സംഘടിപ്പിച്ചത്. പ്രജര ചാവക്കാട് ചെയർമാൻ VM സുശീലൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. സജി ചെറിയാൻ, സിന്ധു ബിജു, അനൂപ് കീച്ചേരി, ഷൈനി ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. ഇതോടനുബന്ധിച്ച് കലാപരിപാടികളും ഒരുക്കിയിരുന്നു. സന്ധ്യ സുനിൽ, ജസീല ഫിറോസ്, ഷാനു ഫാറൂഖ് എന്നിവർ നേതൃത്വം നൽകി. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന് വേണ്ടി കൂട്ടായ്മ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചതായി സുരേഷ് ഗോപി ഫോർ പാർലമെന്റ് എന്ന സൌഹാർദ്ദ കൂട്ടായ്മ ഭാരവാഹികൾ അറിയിച്ചു. പ്രവർത്തനങ്ങൾ മുന്നോടിയായി വെള്ളിയാഴ്ച വൈകിട്ട് തൃശൂർ നടുവിലാലിൽ നിന്ന് തെക്കേ ഗോപുരനടയിലേക്ക് പദയാത്ര സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ കൂട്ടായ്മ പ്രസിഡന്റ് വേണുഗോപാൽ മേനോൻ, സെക്രട്ടറി ഡോക്ടർ OP ഗായത്രി, ട്രഷറർ P മോഹൻകുമാർ, പ്രോഗ്രാം കൺവീനർമാരായ രാജേന്ദ്ര ബാബു, K രാജശേഖരൻ എന്നിവർ പങ്കെടുത്തു. പതിറ്റാണ്ടുകളോളം തരിശുകിടന്ന പാടത്ത് പൊന്നു വിളയിച്ചിരിക്കുകയാണ് കനകമല പഴംപിള്ളിയിലെ കാടുകുറ്റിപ്പാടത്തെ ഒരു കൂട്ടം കർഷകർ. കൊടകര പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സഹായത്തോടെ തരിശു നിലത്തിലിറക്കിയ മുണ്ടകൻ കൃഷിയുടെ കൊയ്ത്തുത്സവം ഉത്സവ അന്തരീക്ഷത്തിൽ നടന്നു. കൊടകര കൃഷിഭവന് കീഴിലെ തെശ്ശേരി തെക്ക് പാടശേഖരത്തിന്റെ ഭാഗമായ കടുംകുറ്റിപ്പാടത്തെ 18 ഏക്കറോളം നിലം വർഷങ്ങളായി തരിച്ചു കിടക്കുകയായിരുന്നു. ഒരു കാലത്ത് ആണ്ടിൽ 3 വട്ടം കൃഷിയിറക്കിയിരുന്ന പാടശേഖരമാണിത്. പാടശേഖരത്തിലെ വെള്ളക്കെട്ടാണ് ഇവിടെ കൃഷിയിറക്കാൻ പ്രധാന തടസ്സമായിരുന്നത്. പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ കർഷകർ ചേർന്ന് തരിശു നിലത്തിൽ കൃഷിയിറക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഇതിനായി തോടുകൾ പുനരുദ്ധരിച്ച് വെള്ളം ഒഴുക്കിക്കളയാൻ സൗകര്യമൊരുക്കി. സ്വന്തമായി കൃഷിയിറക്കാൻ കഴിയാത്ത കർഷകരുടെ നിലം പാട്ടത്തിനെടുത്ത് കൃഷിയിറക്കാൻ തയ്യാറായി ഏതാനും കർഷകർ മുന്നോട്ട് വന്നതോടെ കടുംകുറ്റിപ്പാടത്തെ തരിശ് നെൽകൃഷിക്ക് വഴിമാറി. നിലമൊരുക്കുന്നതിന് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സഹായവും കർഷകർക്ക് ലഭിച്ചു. അങ്ങനെ ആദ്യമായി ഞങ്ങളുടെ ഒരു സ്വപ്നം, ഞങ്ങളുടെ കാരണന്മാർ ഇവിടെ കൃഷി ചെയ്ത ആ കാഴ്ചപ്പാട് ഞങ്ങൾക്ക് ഇവിടെ പൂവണിയിക്കാൻ പറ്റി. അതിൻ്റെ മെയിൻ കാരണം ഞങ്ങളുടെ ഈ തോട് വൃത്തിയായപ്പോൾ തന്നെ ഈ തോട് പൊട്ടിച്ച് അതിൻ്റെ മണ്ണ് കളഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ വെള്ളം കെട്ടി നിന്നു. ഇനി ഏകദേശം ഇതിലൊരു 4 ഏക്കറോളം കൂടി നമുക്ക് പണിയാനുണ്ട്. അത് അടുത്ത വർഷത്തേക്ക് ഞങ്ങൾ അടുത്ത ഒരു തരിശിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അടുത്ത 4 ഏക്കറ ഞങ്ങൾ പണിയും. കടുംകുറ്റിപ്പാടത്തെ തരിശു നീക്കി കൃഷിയോഗ്യമാക്കിയ 14 ഏക്കറിൽ 7 ഏക്കർ നിലവും പാട്ടത്തിനെടുത്ത് കൃഷിയിറക്കിയത് ലളിത എന്ന കർഷകയാണ്. വർഷങ്ങളായി നിലം പാട്ടത്തിനെടുത്ത് നെൽകൃഷി ചെയ്തുവരുന്ന കർഷകയാണ് ലളിത. വിത്ത് ഉപയോഗിച്ച് കടുംകുറ്റിപ്പാടത്തിറക്കിയ മുണ്ടകൻ കൃഷിയുടെ വിളവെടുപ്പ് കഴിഞ്ഞ ദിവസം പൂർത്തിയായി. ഞാൻ ഈ കടുംകുറ്റിപ്പാടം വളരെയധികം കാട് പിടിച്ച് മുടിഞ്ഞൊരു മല പോലെ കിടക്കണ ഈ പാടം കണ്ട് വളരെ വിഷമം തോന്നി. അതുകൊണ്ട് ഞാൻ ഈ പാടത്ത് പണിയണം, എനിക്ക് കൃഷി ചെയ്യുന്നത് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഈ പാടത്ത് കൃഷി ചെയ്യാൻ ഇറങ്ങിയതോടുകൂടി എല്ലാ കർഷകരും പണിയണ്ട എന്ന് വിചാരിച്ചിരുന്ന ഒരുവിധം 10 പേരടങ്ങുന്ന ഒരു കർഷകർ എൻ്റെ ഒപ്പം കുറേശ്ശെങ്കിലും പണിയാൻ അവർ മനസ്സ് കാണിച്ചു. അതുകൊണ്ട് അവരെ 10 പേരുടെ വീട്ടിലേക്കും അത്യാവശ്യത്തിനുള്ള നെല്ല് സംഭരിക്കാനും അവർക്ക് കഴിഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം കടുംകുറ്റിപ്പാടത്ത് നെല്ല് വിളഞ്ഞു കണ്ടതിന്റെ ആഹ്ലാദത്തിലാണ് ഇവിടുത്തെ കർഷകർ. തരിശുനിലത്തിൽ കൃഷിയിറക്കി മികച്ച വിളവ് കൊയ്തെടുത്ത ഇവിടുത്തെ കർഷകരും നേതൃത്വം നൽകിയ പാടശേഖര സമിതിയും മറ്റ് കർഷകർക്ക് മാതൃകയാവുകയാണ്. TCV കൊടകര. ദേശീയ അധ്യാപക പരിഷത്ത് 45ാം സംസ്ഥാന സമ്മേളനം ഈ മാസം 8, 9, 10 തീയതികളിൽ തൃശൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വ്യാഴാഴ്ച വൈകിട്ട് തൃശൂർ കോട്ടപ്പുറം സംഘകാര്യാലയത്തിലെ സമ്പൂർണ്ണ സംസ്ഥാന സമിതി യോഗം ചേരും. പുരുഷോത്തമാനന്ദ സരസ്വതി സ്വാമികൾ ഉദ്ഘാടനം ചെയ്യും. വെള്ളിയാഴ്ച രാവിലെ 10-ന് സാഹിത്യ അക്കാദമിയിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം ABRSM ദേശീയ സഹസംഘടനാ സെക്രട്ടറി G. ലക്ഷ്മണൻ ഉദ്ഘാടനം ചെയ്യും. ശനിയാഴ്ച രാവിലെ ശ്രീ ശങ്കര ഹാളിൽ നടക്കുന്ന പൊതു കേന്ദ്ര
പൊതുസഭ കേന്ദ്ര വിദ്യാഭ്യാസ വിദേശകാര്യമന്ത്രി രാജ്കുമാർ രഞ്ജൻ സിംഗ് ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് നടക്കുന്ന യാത്രയപ്പ് സമ്മേളനം ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ഡി. രമേശ് ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് വിദ്യാഭ്യാസ സമ്മേളനവും സമാപന സമ്മേളനവും ഭാരവാഹി തെരഞ്ഞെടുപ്പ് നടക്കും. വൈകിട്ട് 4-ന് ശ്രീശങ്കര ഹാളിൽ നിന്ന് ആരംഭിക്കുന്ന പ്രകടനം തെക്കേ ഗോപുരനടയിൽ സമാപിക്കും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ NTU സംസ്ഥാന പ്രസിഡന്റ് P.S. ഗോപകുമാർ, സ്വാഗത സംഘം ചെയർമാൻ P.N. ഉണ്ണിരാജ, സ്വാഗത സംഘം ജനറൽ കൺവീനർ K. ഗിരീഷ് കുമാർ, സംസ്ഥാന വനിതാ വിഭാഗം കൺവീനർ P. ശ്രീദേവി, തൃശൂർ ജില്ലാ സെക്രട്ടറി M. K. പ്രസാദ് എന്നിവർ പങ്കെടുത്തു. കോൺഗ്രസ് കാട്ടൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാട്ടൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പ്രതിപക്ഷാംഗങ്ങളുടെ വാർഡുകളിലേക്ക് വികസന ഫണ്ട് നൽകുന്നില്ലെന്നാരോപിച്ച് നടത്തിയ ധർണ DCC സെക്രട്ടറി അഡ്വക്കേറ്റ് സതീഷ് വിമലൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് A.P. വിൽസൺ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി M.I. അഷ്റഫ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷെറിൻ തെർമടം, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അംബുജ രാജൻ എന്നിവർ സംസാരിച്ചു. പ്രശസ്ത നരവംശ ശാസ്ത്രജ്ഞനായ ഡോക്ടർ A. അയ്യപ്പന്റെ 119-ാം ജന്മദിനം കലാമുറ്റം ലൈബ്രറിയുടെ നേതൃത്വത്തിൽ അനുസ്മരിച്ചു. പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് M. റജീന ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് ഡോക്ടർ C.L. ജോഷി അധ്യക്ഷത വഹിച്ചു. അധ്യാപകനായ റാഫി നീലങ്കാവിൽ ഡോക്ടർ അയ്യപ്പൻ അനുസ്മരണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീബ തോമസ്, സിബി ജോൺസൺ, ലിയോ ജോസഫ്, VV റഷീദ്, CA ജോയ്, KT വിൻസെന്റ് എന്നിവർ പങ്കെടുത്തു. മുണ്ടത്തിക്കോട് 38-ാം ഡിവിഷൻ കൂട്ടായ്മ ക്യാൻസർ ബാധിതരായ ലിയോ ജോൺസൺ, MV വിനോദ് എന്നിവർക്കായി ചികിത്സാ സഹായ നിധി രൂപീകരിച്ചു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. KR പ്രശാന്ത് ചെയർമാനായി കമ്മിറ്റി രൂപീകരിച്ചു. സമാഹരണത്തിന്റെ ആദ്യപടിയായി എല്ലാ വീടുകളിലും ഒരേ ദിവസം പാഴ്വസ്തുക്കളും നാളികേരവും സമാഹരിച്ചു. ഷൂട്ടൌട്ട് മത്സരം, ബിരിയാണി ചലഞ്ച്, സമ്മാന കൂപ്പൺ എന്നിവയിലൂടെയാണ് സഹായങ്ങൾ സ്വരൂപിക്കുന്നത്. വൃക്കകൾ പ്രവർത്തനരഹിതമായവർക്ക് ഡയാലിസിസും പരിചരിക്കാൻ ഉറ്റവരില്ലാത്തവർക്ക് ആശ്രയവും നൽകുന്ന ആൽഫ ഹോസ്പീസിന്റെ നിർമ്മാണ ഉദ്ഘാടനം ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ നിർവഹിച്ചു. എടമുട്ടം ആൽഫ പാലിയേറ്റീവ് കെയർ ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ ആൽഫ ചെയർമാൻ KM നൂറുദ്ദീൻ പദ്ധതി വിശദീകരണവും സിനിമാ സംവിധായകൻ സത്യൻ അന്തിക്കാട് അനുഗ്രഹ പ്രഭാഷണവും നടത്തി. ഇവിടെ ട്രെയിനി കളക്ടറായിട്ട് വന്ന സമയത്തു അന്നത്തെ കളക്ടറായ ശ്രീ കൗശികൻ സാർ എന്നോട് ഒരു ദിവസം പറഞ്ഞു, തൃശ്ശൂരിൽ നിങ്ങൾ 2 ഓർഗനൈസേഷൻസ് കുറിച്ച് നന്നായിട്ട് പഠിക്കണമെന്ന് പറഞ്ഞു. അതിൽ ഒരെണ്ണം ആക്ട്സ് ആണ്, രണ്ടാമത്തെ ആൽഫ പാലിയേറ്റീവ് കെയർ ആണ്. ഞാൻ ട്രെയിനി കളക്ടറായിട്ടുള്ള സമയത്ത് കേട്ട ഒരു പേരാണ് ആൽഫ പാലിയേറ്റീവ് കെയർ. അതിനുശേഷം എനിക്ക് മനസ്സിലായി ആക്ട്സ് ആൻഡ് ആൽഫ പാലിയേറ്റീവ് കെയർ ആർ ഡൂയിങ് ലോട്ട് ഓഫ് ഗുഡ് വർക്ക് ആൻഡ് ഐ ഗോട്ട് ഓപ്പർച്യൂണിറ്റി ടു മീറ്റ് ദ റിപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ബോത്ത് ഓർഗനൈസേഷൻസ്. ആൻഡ് ഇന്നും ഒത്തിരി തിരക്കുണ്ടാണെങ്കിലും ആൽഫ പാലിയേറ്റീവ് കെയർ ചെയ്യാൻ പോകുന്ന ഈ ഒരു കൺസ്ട്രക്ഷൻക്ക് ഐ ഹാവ് ടു ബി പ്രസൻറ്റ് എന്ന നിലയിൽ 5 മിനിറ്റ്സ് ആണെങ്കിൽ ഞാൻ ഇവിടെ വന്നിട്ട് പോകണമെന്ന ഒരു ഇതിലാണ് ഞാൻ ഇവിടെ വരെ വന്നത്. ബിക്കോസ് വലച്ചിറ ഭഗവാൻ ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനവും പുരസ്കാര വിതരണവും സംഘടിപ്പിച്ചു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടാലത്ത് അധ്യക്ഷത വഹിച്ചു. വലച്ചിറ ഭഗവാൻ ഭഗവതി ക്ഷേത്രത്തിൽ 6ാമത് ശ്രീഭദ്ര പുരസ്കാരം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MK സുദർശൻ ഐച്ചിയിൽ രാമകൃഷ്ണന് നൽകി. ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ MR മിനി, വിനീത, അനിൽകുമാർ, C കണ്ണൻ, TK ജയൻ എന്നിവർ സംസാരിച്ചു. കേരള മഹിളാ പ്രവാസി അസോസിയേഷന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും ഹ്രസ്വചിത്ര പ്രദർശനവും സംഘടിപ്പിച്ചു. കയ്പമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് ഉദ്ഘാടനം ചെയ്തു. KMPA ചെയർമാൻ PM ഷാഹുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു. കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ M ഷാജഹാൻ ക്ലാസ് നയിച്ചു. സ്കൂൾ പ്രധാന അധ്യാപിക P ബിന്ദു, പഞ്ചായത്ത് അംഗം PM സൈനുൽ ആബദീൻ എന്നിവർ സംസാരിച്ചു. നന്മണിക്കര പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പുലക്കാട്ടുകരയിൽ സംയോജിത കൃഷി ആരംഭിച്ചു. തൈനടിയിൽ KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ എന്നിവർ പങ്കെടുത്തു. സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ മുസാബഖ കലാസാഹിത്യമേളയിൽ സംസ്ഥാനതലത്തിൽ ഖുർആൻ പാരായണത്തിൽ 1ാം സ്ഥാനം നേടിയ മുഹമ്മദ് സൈനുദ്ദീൻ ഇർഫാന് കഴിമ്പ്രം ദാറുൽ കൗസർ മസ്ജിദ് മദ്രസ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആദരം നൽകി. ഖത്തീബ് അനസ് ബാഗവി ഉദ്ഘാടനം ചെയ്തു. കഴിമ്പ്രം കാഞ്ഞിരപ്പള്ളി വൈസ് പ്രസിഡന്റ് നൌഷാദ് പോക്കാക്കിലത്ത് അധ്യക്ഷത വഹിച്ചു. CP ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ CP സാലിഹ് മുഖ്യാതിഥിയായി. മുഹമ്മദ് അലി
മൗലവി, അസിസ്റ്റന്റ് ഖത്തീബ് അഹമ്മദ് ഫൈസി, കഴിമ്പ്രം കാഞ്ഞിരപ്പള്ളി, സെക്രട്ടറി താജുദ്ദീൻ മൂന്നാക്കപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. മേഖലാ തലത്തിലുള്ള മത്സരങ്ങൾ നാടൻപാട്ട് കലാകാരനും ഫോക്ലോർ അവാർഡ് ജേതാവുമായ അറുമുഖൻ വെങ്കിടങ്ങ അനുസ്മരണം ഡോക്യുമെന്ററി പ്രദർശനവും നടത്തി. ദേവസൂര്യ ചലച്ചിത്രോത്സവത്തിന്റെ ഭാഗമായി പാവറട്ടി ജനകീയ ചലച്ചിത്രവേദിയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത് അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു. പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എം റജീന അധ്യക്ഷയായി. മുരളി ചീരോത്ത് സംവിധാനം ചെയ്ത അറുമുഖൻ വെങ്കിടങ്ങനെ കുറിച്ചുള്ള ഡോക്യുമെന്ററിയുടെ പ്രദർശനവും നടത്തി. അറുമുഖന്റെ മകൾ ഷൈനി, ഡോക്ടർ CL ജോഷി, സംവിധായകൻ സൈജു കണനായിക്കൽ, ഗുരുവായൂർ ദേവസ്വം ചുമർചിത്രകലാ കേന്ദ്രം വൈസ് പ്രിൻസിപ്പൽ നളിൻ ബാബു, കലാസംവിധായകൻ ജെയ്സൺ ഗുരുവായൂർ തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി മങ്ങാട് സെന്റ് ആൻസ് ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂൾ വാർഷികം ആഘോഷിച്ചു. ഫാദർ ഫ്രാൻസിസ് കുത്തൂർ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. മദർ സുപ്പീരിയർ സിസ്റ്റർ അനീറ്റ വർഗീസ് അധ്യക്ഷയായി. PTA പ്രതിനിധി റോജി ജോർജ്, സ്കൂൾ ലീഡർ റൂബൻ റോബർട്ട്, സിസ്റ്റർ ടോം തെരേസ, അധ്യാപിക ബീന ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. തൊഴിലാളികൾക്ക് തിരിച്ചറിയൽ കാർഡ് നൽകുക, ഒഴിപ്പിക്കൽ നടപടി നിർത്തിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ ധർണ INTUC ജില്ലാ ജനറൽ സെക്രട്ടറി VA ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജനറൽ സെക്രട്ടറി KK മോഹനൻ അധ്യക്ഷത വഹിച്ചു. INTUC ജനറൽ സെക്രട്ടറി AT ജോസ്, തൃശൂർ റീജിയണൽ പ്രസിഡന്റ് മോഹൻ നാടോടി, യൂണിയൻ നേതാക്കളായ MS ഷാനവാസ്, PS അലീഷ് തുടങ്ങിയവർ സംസാരിച്ചു. സമേതം സമഗ്ര വിദ്യാഭ്യാസ പരിപാടിയുടെ ചാലക്കുടി ഉപജില്ലാതല ചരിത്ര കോൺഗ്രസ് കൗടാലി ഗവൺമെന്റ് LP സ്കൂളിൽ സംഘടിപ്പിച്ചു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ പഞ്ചായത്ത് അംഗം KS സൂരജ് അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി AEO KV അമ്പളി, BRC പ്രതിനിധി CK രാധാകൃഷ്ണൻ, പ്രധാന അധ്യാപിക M ശകുന്തള എന്നിവർ സംസാരിച്ചു. ചാലക്കുടി ഉപജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ തങ്ങളുടെ പ്രാദേശിക ചരിത്രാന്വേഷണ യാത്രകളിലെ കണ്ടെത്തലുകൾ അവതരിപ്പിച്ചു. മത്സരാടിസ്ഥാനത്തിൽ നടന്ന അവതരണത്തിൽ നിന്ന് ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ, UP വിഭാഗങ്ങളിൽ നിന്ന് വിജയികളെ തിരഞ്ഞെടുത്തു. MV പ്രസന്നകുമാരി, PH രവി, AT ജോസ് എന്നിവർ വിധികർത്താക്കളായിരുന്നു. റീകണക്ടിംഗ് യൂത്ത് ക്യാമ്പയിൻ ജില്ലാതല ഉദ്ഘാടനം തൃശൂർ വിവേകോദയം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ജില്ലാ ജഡ്ജി PP സയ്യിദ് അലവി ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സബ് ജഡ്ജി സരിത രവീന്ദ്രൻ അധ്യക്ഷയായിരുന്നു. ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടർ ഷാജിമോൻ, ഹെഡ്മാസ്റ്റർ MG സജീവ്, എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ അശോക് കുമാർ, സ്കൂൾ PTA പ്രസിഡന്റ് സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വാണിജ്യം. ഇന്ത്യയിൽ ഏറ്റവും വേഗത്തിൽ പള്ളി നിർമ്മിച്ചതിനുള്ള ബെസ്റ്റ് ഓഫ് ഇന്ത്യൻ റെക്കോർഡ് കാറ്റ്പെൻറ്റർ പ്രൊജക്ട്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് കരസ്ഥമാക്കി. വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിലുള്ള ആര്യമ്പാടം സെന്റ് മേരീസ് ജാക്കോബേറ്റ് സിറിയൻ ഓർത്തഡോക്സ് പള്ളിയുടെ നിർമ്മാണം 100 ദിവസം കൊണ്ട് പൂർത്തിയാക്കിയാണ് കാറ്റ്പെൻറ്റർ പ്രോജക്ട്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ബെസ്റ്റ് ഓഫ് ഇന്ത്യൻ റെക്കോർഡ് കരസ്ഥമാക്കിയതെന്ന് കാറ്റ്പെൻറ്റർ പ്രോജക്ട്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ചെയർമാൻ ജോസ് സണ്ണി കാട്ടൂക്കാരൻ തൃശൂർ കാസിനോ ഹോട്ടലിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നിർമ്മാണം പൂർത്തിയായ ആര്യമ്പാടം സെന്റ് മേരീസ് ജാക്കോബൈറ്റ് സിറിയൻ ഓർത്തഡോക്സ് പള്ളിയുടെ ആശീർവാദ കർമ്മം ഫെബ്രുവരി 3 പരിശുദ്ധ പാത്രിയാർക്കീസ് മോർ ഇഗ്നേഷ്യസ് അഫ്രേം രണ്ടാമൻ നിർവഹിച്ചു. 2023 ഒക്ടോബർ 22 പള്ളിയുടെ നിർമ്മാണം ആരംഭിച്ചത്. 927.7 ചതുരശ്ര മീറ്റർ പ്രോജക്റ്റ് ഏരിയയുള്ള പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി 150 ടൺ ഇരുമ്പും 1600 ക്യൂബിക് മീറ്റർ കോൺക്രീറ്റുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 150ഓളം തൊഴിലാളികൾ നിർമ്മാണത്തിൽ പങ്കാളികളായി. കാറ്റ്പെൻറ്റർ പ്രോജക്ട്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് കൺസൾട്ടന്റുമാരായ PV അരുൺ, KV ശരത്, അസിസ്റ്റന്റ് ജനറൽ മാനേജർ രതീഷ്, അഡ്മിനിസ്ട്രേറ്റർ TS പ്രിയ, സൈറ്റ് എഞ്ചിനീയർ KT കാർത്തിക്, ഹ്യൂമൻ റിസോഴ്സ് കോർഡിനേറ്റർ റോസ്മിൻ തോമസ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ചാലക്കുടിയിൽ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയ സംഭവത്തിലെ പ്രതി നാരായണദാസ് ഹൈക്കോടതിയെ സമീപിച്ചു. തന്നെ കള്ളക്കേസിൽ കുടുക്കിയതിന്റെ കാരണം അറിയണമെന്ന് ഷീല സണ്ണി. തൃശൂരിലെ ഹൈറിച്ച് ഓൺലൈൻ തട്ടിപ്പ് കേസിൽ പ്രതികൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണമെന്ന് കോടതി. പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് നാളത്തേക്ക് മാറ്റി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയെന്ന നിലയിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് AC മൊയ്തീൻ MLA. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് TN പ്രതാപനായി വീണ്ടും പ്രചരണം. ഗുരുവായൂർ കിഴക്കേ നടയിലാണ് TN പ്രതാപന്റെ കട്ടൌട്ട് ഉയർത്തിയത്.
വലപ്പാട് ബീച്ചിന് സമീപം വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന MDMA-യുമായി യുവാവിനെ വാടാനപ്പള്ളി റേഞ്ച് സംഘം അറസ്റ്റ് ചെയ്തു. വലപ്പാട് സ്വദേശി അലനാണ് പിടിയിലായത്. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റിൽ സ്റ്റീൽ വേൾഡ് എന്ന സ്ഥാപനത്തിൽ മോഷണം. ഓഫീസ് മുറിയിലെ മേശയിൽ സൂക്ഷിച്ചിരുന്ന 20,000 രൂപ മോഷണം പോയി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.